കുട്ടികൾ പ്രതിയാക്കി മാറി നിൽക്കേണ്ടത് ഇറങ്ങിയിരിക്കേണ്ടത്. ഓരോ ബിൽഡിങ്ങിലും JRC ഡ്യൂട്ടിയുള്ള കുട്ടികൾ അവിടെ എവിടെയും ക്ലാസ്സിലെ കുട്ടികൾ ഇരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുക. മറ്റൊന്ന്, ഏതെങ്കിലും ക്ലാസ്സിലെ കുട്ടികൾ അസംബ്ലിക്ക് നിങ്ങളുടെ ലൈൻ വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അസംബ്ലിക്ക് നിൽക്കുമ്പോൾ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതും. ഞാനെന്റെ രാജ്യത്തിന്റെയും ബന്ധുക്കളുടെയും ക്ഷേമത്തിനും എല്ലാ മേഖലയിലും ജാതി വിവേചനം തിരുത്തണം. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല തുടരന്വേഷണം. തൃശൂർ പൂരം കലക്കിയതിൽ ഉത്തരം കണ്ടെത്താൻ 6 മാസങ്ങൾ ഇപ്പുറം അന്വേഷപൂരം. Israel Prime Minister Benjamin Netanyahu warned Tehran that it had made big mystery. Risk of long-fearing regional war rises as Israel and Iran swap threats. Israel, with backing from United States ally, has promised to respond to the huge missile attack. Hands down. Just on 5 times jump. 1, 2, 3, start. Okay. നിങ്ങളുടെ ചിന്തകളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളായി മാറുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളായി മാറുന്നു. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ വിധിയായി തീരുന്നു. നന്ദി, നമസ്കാരം. അത്രയും ഡിസിപ്ലിനായിട്ടാണ് നമ്മുടെ മക്കളോട് നിൽക്കുന്നത്. 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഒരു അസംബ്ലി നടത്തുക എന്നുള്ളത് ഒരു മെഗാ പ്രയത്നം തന്നെയാണ്. ആ ഒരു പ്രയത്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാഷന്മാർക്കും HM-നും എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ടീച്ചർ ഈ അസംബ്ലി ക്രോഡീകരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, വളരെ സന്തോഷമാണ്. പക്ഷെ അതിലുപരി ഈ കഠിനമായ വെയിൽ വരാൻ പോവുകയാണ്. നിങ്ങളെ ഇങ്ങനെ വെയിലത്ത് നിർത്തുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. എന്നാലും ഈ വലിയൊരു വിദ്യാലയത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ്, ഇങ്ങനെ ഒരു അസംബ്ലി വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. സ്നേഹത്തോടെ പരസ്പരം എൻ്റെ സഹോദരനാണെന്ന ബോധ്യത്തോടുകൂടി, എൻ്റെ സഹോദരിയാണെന്ന ബോധ്യത്തോടുകൂടി, എൻ്റെ സഹപ്രവർത്തകരെ, ഒപ്പം തന്നെ സ്നേഹമുള്ള കുട്ടികളെ, ഈ വേദി സംഘടിപ്പിച്ച സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഇവിടെ എൻ്റെ കർത്തവ്യം എന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിയെ എങ്ങനെ നമുക്ക് വലുതാക്കാം എന്നുള്ളതാണ്. അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നല്ല വെയിലാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അവർ വെയിലില്ലാത്ത ഭാഗത്തേക്ക് നീങ്ങി നിൽക്കണം.
ഒന്നാമതായി നമ്മുടെ സ്കൂളിൻ്റെ അച്ചടക്കം എന്ന് പറയുമ്പോൾ വിവിധ മേഖലകൾ നിർദ്ദേശം നൽകിയിട്ടുള്ള എച്ച്.എം. ബിന്ദു ടീച്ചർ, മറ്റു സഹപ്രവർത്തകരെ, ഇതാണ് അസംബ്ലി. എന്തിനാണ് അസംബ്ലി? നമ്മളെ എല്ലാവരും, അതായത് അധ്യാപകരെയും കുട്ടികളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഒരു ഐക്യബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ അസംബ്ലി. പ്രത്യേകിച്ചും ഇവിടെ ഒരു ബ്ലോക്ക് സിസ്റ്റം നിലനിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധ്യാപകരെ പലരും അറിയാനും മനസ്സിലാക്കാനും സാധിച്ചില്ല. അപ്പോൾ ഈ അസംബ്ലിയിലൂടെ നിങ്ങൾക്ക് ഇവിടെയുള്ള അധ്യാപകരെ ആരൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കാൻ കൂടി സാധിക്കും. അതുപോലെ തന്നെ വളരെ ചിട്ടയോടെയും അച്ചടക്കത്തോടെയും സമയനിഷ്ഠയോടുകൂടി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ അസംബ്ലി. താങ്ക് യു ഗീതു ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അഭിമാനമായ ഹൃദയെയും അതിനുവേണ്ടി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സുഹൈമ നിലോഫർ ആൻഡ് ബിന്ദു ടീച്ചർ. അടുത്തതായി